ഇതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എനിക്ക് തോന്നുന്നു നിലമ്പൂരിലും മാത്രം ഒരു രാഷ്ട്രീയത്തെ അല്ല മാറ്റുക തെരഞ്ഞെടുപ്പിന്റെ വിധി. സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ആകെ തന്നെ ചിത്രം മാറ്റുക എന്നല്ല, സംസ്ഥാന രാഷ്ട്രീയത്തെ ആകെ സ്വാധീനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഇത് മാറും. വി ഡി സതീശനാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയാവുക. അതായത് വി ഡി സതീശൻ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 തീരുമാനങ്ങൾ വി ഡി സതീശൻ എടുത്ത, ഒന്ന് പി വി അൻവറിനെ ഇങ്ങോട്ട് ചേർക്കേണ്ടതില്ല എന്നുള്ളത്, രണ്ടാമത്തേത് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വിവാദം അദ്ദേഹമാണ് ഉയർത്തിവിട്ടത്. ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദമില്ല എന്നത് ഇനി അങ്ങോട്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളിലുമായിട്ട് പ്രതിഫലിക്കുന്ന ഒരു സംഭവമായിരിക്കും എന്നും കൂടെ അല്ലേ? അങ്ങനെയല്ലേ? അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട, തീർച്ചയായും പ്രത്യേകിച്ച് 2026 തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമായ ചർച്ചയാകാൻ പോകുന്ന വിഷയം ഇപ്പോഴേ വി ഡി സതീശൻ അവതരിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇതിന്റെ ഫലം എന്തും ആയിക്കോട്ടെ, അതിന്റെ പ്രതിഫലനം UDF-ൽ പ്രത്യേകിച്ച് കോൺഗ്രസിൽ നടക്കും. ഇതിൽ ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഈ ജമാഅത്തെ ഇസ്ലാമി അസോസിയേറ്റ് മെമ്പർ ആയിക്കോട്ടെ അല്ലാത്ത മെമ്പർ ആയിക്കോട്ടെ, അവർ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി അവർ UDF-ലേക്ക് കിടക്കുന്നു എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ നഖശിഖാന്തം മുസ്ലിം ലീഗ് ആ ഘട്ടത്തിൽ എതിർത്തിരിക്കും എന്നുള്ള കാര്യം വേണമെങ്കിൽ എഴുതി വെക്കാം. അത് മാത്രമല്ല, ഇപ്പോൾ തന്നെയും നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ വി ഡി സതീശൻ നടത്തിയ ഈ പ്രസ്താവന, അതായത് ജമാഅത്തെ ഇസ്ലാമി അവർ മതരാഷ്ട്രവാദമൊക്കെ ഉപേക്ഷിച്ചു എന്ന പ്രസ്താവന ഇനി അങ്ങോട്ട് കേരളത്തിൽ നടക്കുന്ന എല്ലാ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളിലും, അത് എത്ര ദീർഘകാലത്തേക്കുള്ളാണെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയ ചർച്ചകളിലും പ്രതിഫലിച്ചുകൊണ്ടേയിരിക്കും. വെൽഫെയർ പാർട്ടി ഒരുപക്ഷെ അവരുടെ അസോസിയേറ്റ് മെമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ ഈ മുസ്ലിം ലീഗിൻ്റെയൊക്കെ എതിർപ്പ് വന്നിട്ട് ആ സ്ഥാനം കിട്ടാതെ അവർ പുറത്താകും. പക്ഷേ എങ്ങനെയായാലും ഈ പ്രസ്താവന സംസ്ഥാന രാഷ്ട്രീയ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്താവനകളെ എന്ന പോലെ പല തെരഞ്ഞെടുപ്പുകളിലായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. സനീഷ്, അതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയമാണ് സംഭവിക്കുന്നതെങ്കിൽ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ഈ വെൽഫെയർ പാർട്ടിയുടെ UDF പ്രവേശനം സംബന്ധിച്ച് ചില തർക്കങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. പക്ഷേ സതീശൻ അതിശക്തനാകും പാർട്ടിയിൽ എന്നുള്ള കാര്യത്തിൽ പിന്നെ തർക്കമൊന്നുമില്ല. 2026 ഏതാണ്ട് എല്ലാ സ്ഥാനാർത്ഥികളെയും പോലും തീരുമാനിക്കുക പിന്നെ ഒരു സംശയമില്ലാത്ത വണ്ണം സതീശൻ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. പക്ഷേ അങ്ങനെ അല്ല സംഭവിക്കുന്നതെങ്കിൽ, ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാകുന്നതെങ്കിൽ, പിന്നെ വി ഡി സതീശന് പിടിച്ചു നിൽക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യവുമായിരിക്കും. കാരണം വിജയിക്കാവുന്ന ഒരു മണ്ഡലമാണ്. ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചു, വിജയിച്ചു എന്ന് തന്നെ വെക്കാം. പക്ഷേ പ്രതീക്ഷിക്കുന്ന വോട്ട് ഭൂരിപക്ഷമായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഈ പ്രശ്നം ഉണ്ടാകും. എന്ന് മാത്രമല്ല, അൻവർ കുറച്ച് കൂടുതൽ വോട്ട് പിടിച്ചാൽ പോലും പിന്നീടുണ്ടാകുന്ന രാഷ്ട്രീയ ചർച്ചകളിൽ മുസ്ലിം ലീഗ് ഈ ഒരു വിഷയം മുന്നോട്ട് വെക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഈ പറഞ്ഞതുപോലുള്ള സംസ്ഥാന രാഷ്ട്രീയത്തിനകത്ത് തന്നെ വലിയ പ്രത്യേകതകളും പ്രാധാന്യമുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ കുട്ടിക്കലാശമാണ് ഇന്ന് അല്പസമയത്തിനകം നടക്കുക. നാളെ നിശബ്ദ പ്രചാരണം, അതിനുശേഷം 19-ാം തീയതി ഈ പറയുന്ന വോട്ടിംഗ് നടക്കും. ആളുകൾ വോട്ടെടുപ്പിൽ പങ്കെടുക്കും. എനിക്ക് തോന്നുന്നു നല്ല ശതമാനം വോട്ടിംഗ് ഇത്തവണ ഉണ്ടാകാനാണ് സാധ്യത. കാരണം നമ്മൾ സാധാരണ ഇതിൽ ഉപതെരഞ്ഞെടുപ്പ് സ്ഥലത്തൊക്കെ പോയാൽ ആളുകൾ അങ്ങനെ വളരെ ഇൻവോൾവ് ആയിട്ടല്ല സംസാരിക്കുക പലയിടങ്ങളിലും. ഇവിടെ പക്ഷേ നിലമ്പൂരിൽ ആദ്യ ദിവസങ്ങളിലെ കാര്യം ഹർഷൻ പറഞ്ഞു, വലിയ താല്പര്യമില്ലാതിരുന്ന തെരഞ്ഞെടുപ്പ് സീന് പക്ഷേ വലിയ ചർച്ച, വലിയ ഒരു ടൈറ്റായിട്ടുള്ള തെരഞ്ഞെടുപ്പ് മത്സരം തന്നെ, ആവേശകരമായിട്ടുള്ള മത്സരം നടക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി. ഇപ്പോൾ ഏത് മുക്കിലും മൂലയിലും പോയാലും നമ്മൾ ഇപ്പോൾ ഈ സമയത്ത് ഒരു ചായക്കടയിൽ പോയിരുന്നാൽ ആളുകൾ തമ്മിൽ സംസാരിക്കുന്ന വിഷയം ഇതായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അൻവർ എത്ര വോട്ട് പിടിക്കും എന്നതൊക്കെയുള്ള കാര്യങ്ങൾ സജീവമായിട്ടുള്ള ചർച്ചയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമുക്ക് ശാന്തകുമാർ കൂടെ ഉണ്ടാകുന്നു. ശാന്തകുമാർ എവിടെയാണുള്ളത്? എന്താണ് വിവരങ്ങൾ? സനീഷ്, ഞാൻ PV അൻവറിൻ്റെ ഓഫീസിന് സമീപത്ത് തന്നെയുണ്ട്. PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കൊട്ടിക്കലാശം ഉണ്ട് എന്നാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത്. അതിനുവേണ്ടി പോലീസ് യോഗം വിളിച്ചിരുന്നു. ആ യോഗത്തിൽ TMCയുടെ പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. അവർക്ക് കൊട്ടിക്കലാശത്തിന് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരം അനുവദിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി അപ്രതീക്ഷിതമായാണ് PV അൻവർ കൊട്ടിക്കലാശത്തിലില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും അത് ആ സമയം വീടുകൾ കയറുക, ഗൃഹസന്ദർശനം നടത്തി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് ഉറപ്പിക്കുക എന്നാണ് പ്രവർത്തകർക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായി പറയുന്ന ഒരു കാര്യം, അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു കൊട്ടിക്കലാശം, അതേറെ യാത്രാക്ലേശം സൃഷ്ടിക്കുന്നു. അത്തരം കാര്യങ്ങൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ ഗൃഹസന്ദർശനവും വോട്ടർമാരെ നേരിൽ കണ്ട് പരമാവധി വോട്ട് നേടുന്നുള്ള ശ്രമമാണ് നടത്തുന്നത് ഈ കൊട്ടിക്കലാശം ദിവസം എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കൊട്ടിക്കലാശം അവസാനിപ്പിച്ച് വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് PV അൻവറും തൃണമൂൽ കോൺഗ്രസും എത്തിയിരിക്കുന്നത്. എന്തായാലും PV അൻവറിന്റെ കഴിഞ്ഞ ദിവസം യൂസഫ് പത്താനുമായുള്ള റോഡ് ഷോ മിനിഞ്ഞാന്നാണ് നടന്ന റോഡ് ഷോ ഏകദേശം നിലമ്പൂരിൽ നിന്നും വഴിക്കടവ് വരെ 22 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഒരു റോഡ് ഷോ നടന്നു. ആ റോഡ് ഷോയിൽ വലിയ ജനപങ്കാളിത്തമുണ്ടായി. അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഇവിടെ നിലമ്പൂരിൽ നിന്നും ആരംഭിച്ച ഒരു പ്രകടനം അവിടെ അവസാനിക്കുകയായിരുന്നില്ല. അതിനിടയിൽ നിന്ന് വഴിക്കടവിൽ നിന്നും പോത്തുകലിൽ നിന്നും അതുപോലെ തന്നെ കരുളായിൽ നിന്നുമെല്ലാം ചെറിയ സംഘങ്ങൾ ഈ പ്രകടനത്തിലേക്ക് വരികയും അത് ഒരു വലിയ
മഹാ റാലി പോലെ ഈ വഴിക്കടവിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് ഈ മറ്റ് പ്രദേശങ്ങളിൽ നിന്നെല്ലാം PV അൻവറിൻ്റെ യോഗത്തിലേക്ക് അല്ലെങ്കിൽ PV അൻവറിൻ്റെ റോഡ് ഷോയിലേക്ക് യൂസഫ് പത്താൻ പങ്കെടുത്ത റോഡ് ഷോയിലേക്ക് നിരവധി പേർ പങ്കെടുത്തിരുന്നു. ഇത് രണ്ട് മുന്നണികളെയും LDFനെയും UDFനെയും ഒരുപോലെ രണ്ടു പേർക്കും നെഞ്ചിടിപ്പുണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമായി മാറിയിട്ടുണ്ട്. അത് തന്നെയാണ്, ആ റോഡ് ഷോ തന്നെയാണ് ഇപ്പോൾ PV അൻവറിൻ്റെ ഒരു തുരുപ്പുചീട്ടും. അവർ അത് വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക, അത് വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുക, അത് ഉറപ്പാക്കുക എന്നുള്ള രീതിയിലേക്കും അത് പ്രവർത്തകർ അതിനാണ് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത് എന്നുള്ള ഒരു നിലപാടിലേക്കാണ് PV അൻവർ എത്തിയിരിക്കുന്നത്. എന്തായാലും PV അൻവർ ഇന്ന് 10 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങളും എന്താണ് ഇത് ഒഴിവാക്കാനുള്ള സാഹചര്യം എന്നുള്ളതെല്ലാം അദ്ദേഹം ഇന്ന് വിശദീകരിക്കാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ വരും ദിവസങ്ങളിൽ ഇല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും അദ്ദേഹത്തിന്റെ പുതിയ എന്തെങ്കിലും ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ ഉണ്ടോ എന്നുള്ളതെല്ലാം ഇന്ന് നമുക്ക് അറിയാൻ കഴിയും. സരീഷ്. റൈറ്റ്, ശാന്തൻ അൻവറിന്റെ ക്യാമ്പിൽ നിന്നുള്ള വിവരങ്ങളാണ് നൽകിയത്. എന്തായാലും കഴിഞ്ഞ റാലിയിൽ കഴിഞ്ഞ ദിവസത്തെ ആൾക്കൂട്ടമാണ്, അൻവറിന്റെ കൂടെയുള്ള ആൾക്കൂട്ടത്തെ കണ്ടിട്ടാണ് മൊത്തം കണക്കുകൂട്ടലുകളും പിന്നെയും എല്ലാ മുന്നണികളും മാറ്റി മാറ്റി എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ശതമാനം കുറഞ്ഞ പാർട്ടിയാണ് BJP. അതാദ്യം 2016 BDJS മത്സരിക്കുമ്പം തരക്കേടില്ലാത്ത വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചതായിരുന്നു. ഈ മണ്ഡലത്തിൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ NDAക്ക് വോട്ട് കിട്ടിയത് 2016. അതിനുശേഷം വോട്ട് ഗണ്യമായി കുറയുകയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെയ്തത്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ എന്താവും സാഹചര്യം എന്നുള്ളത് നമുക്ക് നോക്കാം.